ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അപ്പം നമ്മുടെ പുതിയൊരു വീട്ടിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിക്കാണല്ലോ മഴയത്ത് കിടന്ന് ഞാൻ കളിക്കുവാണ്. ഓൾറെഡി പനിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറി വരുന്നേ ഉള്ളൂ. വീണ്ടും അടുത്ത മഴയത്ത് കളിച്ച് പനി വരുത്താനുള്ള ഭാവമാണെന്ന് തോന്നി എനിക്ക് അങ്ങനെ ഇടയ്ക്ക് ഈ മഴ കാണുമ്പോഴൊക്കെ അതിലൊന്ന് മഴയത്ത് കുളിക്കാനൊക്കെ ഉള്ളൊരു ടെൻഡൻസി ചെറുപ്പത്തിൽ നമ്മളങ്ങനെ ചെയ്തില്ലേ. അപ്പോൾ അതങ്ങനെയൊക്കെ ഒരു ഓർമ്മ വരും. അപ്പോൾ ഇങ്ങനെ തോന്നും ഞാനിങ്ങനെ കൈയിട്ട് കളിക്കും. അതാണ് എൻ്റെ ഒരു പ്രത്യേക ഒരു ഹോബി. പിന്നെ അതാണ്ട് ആ സമയമായപ്പോഴാണ് ഇച്ചായൻ വന്നത്. ഇച്ചായൻ വന്നിട്ടാണ് വണ്ടിയിൽ കവറൊന്നുമിടാതെ നനഞ്ഞു കുളിച്ചൊരു പരുവായിട്ടാണ് നിന്നത്. അതിൻ്റെ പിറ്റേ ദിവസമാണ് വേറൊരു ഗൗരവത്തിൽ ഞാനിങ്ങനെ നിൽക്കുകയാണ്. പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ ബസ് ഇന്നില്ലെന്ന് ഞാനവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത്. ഇരുന്ന് ഈ ബസ്സുകാരന്മാർക്ക് ഇതെന്താ സൂക്കേടെന്ന് എനിക്കറിയത്തില്ല. എപ്പോഴും ഇവർക്ക് ഓരോരോ പണിമുടക്കാണല്ലോ എന്ന് ഞാനിങ്ങനെ വിചാരിച്ച് അത്രയേ ഒരു അരമണിക്കൂറോളം ഞാൻ നിന്ന് കാല് കരച്ചൊടിഞ്ഞൊരു പരുവായിട്ടാണ് എനിക്ക് പിന്നെ ബസ് കിട്ടിയത്. നമ്മുടെ ട്രാൻസ്പോർട്ട് ബസ്സാണ് കിട്ടിയത്. അപ്പോൾ എനിക്ക് പത്തനാപുരം വരെ പോകാനായിട്ടേ. അങ്ങനെ ബസ്സിൽ കയറിയിരുന്ന് ആശ്വാസത്തോടെ ഇരുന്ന് എൻ്റെ കാലിൻ്റെ കഴപ്പും കാര്യങ്ങളെല്ലാം മാറ്റി വെച്ച് സുഖമായിരുന്നു. പത്തനാപുരത്തെത്തി ഓൺ ദ സ്പോട്ടിൽ തന്നെ നമ്മുടെ അടൂർ കായംകുളം പോകുന്ന വണ്ടി എനിക്ക് കിട്ടി. ചടയിൽ ഞാൻ അതിലും കയറി പറ്റി ഇരുന്ന് സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ കുറച്ചും കൂടെ വൈകിയെങ്കിൽ എനിക്ക് സ്ഥലം കിട്ടത്തില്ലായിരുന്നു. വേഗം തന്നെ നമ്മുടെ പള്ളിയിലെത്തി. ഇന്ന് ഞാൻ കുർബാനയ്ക്ക് മുമ്പ് തന്നെ നമ്മുടെ പള്ളിയിലെത്തി. എന്ന് വെച്ചാൽ ഇന്നും കുർബാന 11 മണിക്കാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇന്ന് ഞാനൊരു 10 മണിയായപ്പോൾ തന്നെ പള്ളിയിലൊക്കെ എത്തി സമാധാനമായിട്ട് അവിടെ ഇരുന്ന് സ്വസ്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിച്ച് കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരാണ് വന്നും പോയി നിൽക്കുന്നത്. ഇഷ്ടംപോലെ ആൾക്കാർ, അത് പ്രായമുള്ള ആൾക്കാർ, അങ്ങനെ പല പല കുഞ്ഞുങ്ങൾക്ക് ജന്മന ഓരോ അസുഖങ്ങളുള്ള ഓരോ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ ഓരോ അപ്പനമ്മമാർ വരുന്ന കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നുന്നു. അത്ര അത്ഭുതമാണ് അവിടെ നടക്കുന്നത്. അത്രത്തോളം അത്ഭുതങ്ങളുണ്ട് അവിടെ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ കഞ്ഞിയും കുടിച്ചിട്ട് പിന്നെ ഞാൻ വന്ന് ഇരിക്കുകയാണ്. അപ്പോഴത്തേനും എൻ്റെ ബസ്സൊക്കെ വന്ന് ബസ്സിലൊക്കെ കയറി ഞാൻ പിന്നെ അങ്ങ് വീട്ടിലോട്ട് പോകുന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇതാണ് നമ്മുടെ സുട്ടുമണികളൊക്കെ ഇവിടെ ഓക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അവരെന്തോ കുളിപ്പിച്ച് നനപ്പിച്ച് ഒന്ന് വൃത്തിയാക്കി. അപ്പം ജോയിൽ നിന്ന് വൈകിട്ട് ട്യൂഷന് പോകണം. അപ്പം ജോലിൻ്റെ കൂടെയാണ് ഒരാൾ ട്യൂഷന് പോകാൻ വേണ്ടിയിട്ട് ബാഗും എടുത്ത് വെള്ളമെല്ലാം എടുത്ത് ബുക്ക് എടുത്ത് വെച്ച് അങ്ങനെ റെഡിയായിട്ട് നിൽക്കുവാണ്. അവൻ്റെ കൂടെ ട്യൂഷൻ പോയിട്ട് അവന് വലിയ ഇഷ്ടമാകും. ഇപ്പോൾ ട്യൂഷന് പോകാൻ അംഗൻവാടിയിലൊക്കെ പോകാനൊക്കെ വലിയ ഇഷ്ടം. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട വാവേ, നമുക്ക് നാളെ പോവാം, ഇന്നില്ല, ഇന്ന് ചേട്ടായി സ്കൂളിൽ പോട്ടെ, അല്ല ട്യൂഷന് പോട്ടെ എന്നൊക്കെ ഞാൻ പറഞ്ഞു അവളെ. രാവിലെയാണ് അംഗൻവാടി, വൈകിട്ടല്ല. 3 മണിക്കല്ല അംഗൻവാടി കേട്ടാ. 4 മണിക്കല്ല അംഗൻവാടിയില്ലേ, 10 മണിക്കാ. നാളെ പോകാം അംഗൻവാടി. വാ. അപ്പം ഞാൻ പറഞ്ഞിട്ട് കേൾക്കാഞ്ഞപ്പോൾ ഇത് അവർ അപ്പനും മോളും തമ്മിലുള്ള സംഭാഷണമായിരുന്നു. അപ്പനും മോളും സംസാരിച്ചിട്ടും അവൾക്ക് പറ്റുന്നില്ല. അവൾക്ക് പോയേ തീരുമെന്നും പറഞ്ഞ് അവിടെ കിടന്ന് അവൾ വഴക്കുണ്ടാക്കാൻ നിന്നിട്ട് പിന്നെ ഒരു രക്ഷയില്ലാണ്ട് പിന്നെ കൊണ്ടുപോയിട്ട് പിന്നെ ഒരു മുട്ടായി വാങ്ങിച്ചു കൊടുത്തിട്ട് സമാധാനത്തിൽ അവളെ പറഞ്ഞു വിട്ട് ട്യൂഷന് പോയി ഇതാ വന്നു എന്ന് പറഞ്ഞ് സമാധാനത്തിൽ അവളെ പറഞ്ഞു വിട്ട് അങ്ങനെ താണ്ട നിൽക്കുകയാണ് അവൻ്റെ കൂടെ വീണ്ടും ട്യൂഷന് പോകണമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ മുട്ടായി കിട്ടാത്തതിൻ്റെ വിഷമത്തിൽ അവനൊരു മാതിരി ഇരുന്ന് അവനൊരു വിഷമമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവനിങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞു. ഓക്കെ ടാറ്റാ.